നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിസ്റ്റത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ ലിവിങ് ദ ഗോൾ എന്നുള്ള ആ ഒരു തീമിൻ്റെ മുകളിലാണ് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീം സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജ് വളരെ വളരെ വിശദമായിട്ട് 10 പ്രമാണങ്ങളിൽ സഹജമാർഗത്തിൻ്റെ 10 പ്രമാണങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 10 മാക്സിംസ് ഓഫ് സഹജമാർഗ്. അത് വെറും വാചകങ്ങളല്ല, അതിന് പല തലത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്തോറും ഓരോ മാക്സിമം കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതിൻ്റെ വ്യാപ്തി നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ പുലരും മുമ്പ് ഉണരുക എന്ന ഫസ്റ്റ് മാക്സിമിൻ്റെ ആദ്യത്തെ പ്രമാണത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പുലരും മുമ്പ് ഉണരുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ പുലരുക എന്ന് പറഞ്ഞാൽ? നമ്മൾ നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഉണരുന്നത് ആരാണ്? ആദ്യം ഉണരുന്നത് ഞാനാണ്. ഞാൻ ഉണർന്നതിന് ശേഷമാണ് ഈ ശരീരത്തിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നത്. ഞാൻ ഉണർന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സൂര്യൻ തന്നെ ഉണരുന്നത് എന്ന് നമുക്ക് പറയാം. എൻ്റെ ജീവിതത്തിൽ സൂര്യൻ ഞാൻ ഉണരുമ്പോൾ കാണുന്നതാണ്. ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ സൂര്യൻ അല്ല ഉണ്ടാവുക. അപ്പോൾ ഈ സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് ഞാനാണ്.
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാനാണ് സൂര്യന് പ്രകാശം നൽകുന്നത്, ഞാനാണ് ചന്ദ്രന് പ്രകാശം നൽകുന്നത്, ഞാനാണ് വായുവിന് അതിൻ്റെ ഗന്ധം നൽകുന്നത്, എല്ലാം ഞാനാണ്. അപ്പോൾ ഞാൻ എന്നുള്ള ഈ ഒരു അഹംബോധം അത് യഥാർത്ഥത്തിൽ ആ ഒറിജിനൽ ആ സ്റ്റേറ്റിൽ നിന്നും ശാന്തതയിൽ നിന്നും ഉണരുകയാണ്. അപ്പോൾ ആ ഉണർന്നതിന് ശേഷം നമ്മൾ അതിന് മുമ്പേയുള്ള ഒരു അവസ്ഥയിലേക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ ബാലൻസ് സ്റ്റേറ്റിലെത്തി. അവെയർനെസ് ഇൻ സുഷുപ്തി എന്ന് ലാലാജി മഹാരാജ് പറയുന്നു. നമ്മൾക്ക് ആ അവെയർനെസ് ഇല്ലാത്തതുകൊണ്ട്, ആഴത്തിലുള്ള ഉറക്കത്തിൽ നമുക്ക് അവെയർനെസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണരുന്ന ഉടനെ തന്നെ നമ്മുടെ തന്നെ ക്രിയേഷനിലേക്കാണ് തിരിയുന്നത്. നമ്മുടെ ഒറിജിനൽ അവസ്ഥയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വീട്ടിൽ നിന്ന് വിട്ടുപോയിട്ട് വീടിനെ വിസ്മരിക്കുന്നത് പോലെ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവസാനം വീട് മറന്നു പോവുക. അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടി ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് പുറമേ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ശരിക്കും പഠിക്കേണ്ടത്, പഠിക്കുന്നില്ല. അതുപോലെ നമ്മൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാതെയാണ് ജീവിതത്തിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാറാനായിട്ടാണ് ബാബുജി മഹാരാജ് പറയുന്നത് പുലരും മുമ്പ് ഉണരുക എന്ന്. അതായത് നമ്മൾ ഉണർന്നിരിക്കണം. സൂര്യനല്ല നമ്മളെ ഉണർത്തേണ്ടത്, നമ്മൾ ഉണർന്നിരിക്കണം. നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഉണരുക എന്നുള്ളതല്ല ശരിക്കുള്ള ഉണരൽ. സ്വാമി വിവേകാനന്ദൻ ഉപനിഷത്തിലെ ഫേമസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അറൈസ് അവേക്കൻഡ് റെസ്റ്റ് നോട്ട് ടിൽ യുവർ ഗോൾ ഇസ് അച്ചീവ്ഡ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കാറുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത. അപ്പോൾ നമ്മൾ ഉണരേണ്ടത് എങ്ങോട്ടാണ്? നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ അസ്തിത്വത്തിലേക്ക്, അതിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്. അതാണ് പുലരും മുമ്പ് ഉണരുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചത് ഒരു സിംഗുലാരിറ്റിയിൽ നിന്നാണെന്ന് സയൻസ് പറയുന്നു. ആ സിംഗുലാരിറ്റിയിൽ നിന്നും ബിഗ് ബാങ് ഉണ്ടായി. അപ്പോൾ നമ്മൾ കാണുന്നത് ബിഗ് ബാങ്ങിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ക്രിയേഷനാണ്. നമുക്ക് പുറത്തേക്ക് നോക്കാൻ സാധിക്കും. നമ്മൾ കാണുന്നത് പാസ്റ്റാണ് എന്നുള്ള, ഭൂതകാലമാണ് എന്ന് സയൻസ് തന്നെ പറയുന്നത്. ഹബിൾസ് ടെലിസ്കോപ്പിലൂടെ നമ്മൾ മറ്റുള്ള നക്ഷത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂതകാലത്തേക്കാണ് പോകുന്നത്. കാരണം അവിടെയുള്ള പ്രകാശം ഇവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ കാണുന്ന സൂര്യൻ ഭൂതകാലത്തെ സൂര്യനാണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് കാണാൻ ഉള്ള കഴിവില്ല. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഞാൻ ശരിക്കും ആരാണെന്ന് തിരിച്ചറിയണമെന്ന് നമ്മൾ പുലരും മുമ്പ് ഉണരണം. ആ കണക്ഷനോടുകൂടി ഉണരണം. അപ്പോൾ വേറൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ബാബുജി മഹാരാജ് പറയുന്നതുകൊണ്ടാണ്. നമ്മുടെ ഒറിജിനലായിട്ടുള്ള ആ സ്റ്റേറ്റ് നമ്മൾ റിമെമ്പർ ചെയ്തുകൊണ്ട് വേണം ദിവസത്തിലേക്ക് കടക്കാനായിട്ട്. ആ അബ്സല്യൂട്ടിൽ നിന്നും സിംഗുലാരിറ്റി, യൂണിഫൈഡ് പേഴ്സണാലിറ്റി, അത് ഉണരുന്നതിന് മുമ്പ്, അത് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് ഒരു പോസ് ഉണ്ടായിരുന്നു എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. ആ പോസ് നമ്മൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സമയമില്ല, സ്പേസ് ഇല്ല. അത് അതിൻ്റെ കണ്ടൻ്റായിട്ടുണ്ട്, പ്രകടമായിട്ടില്ല. സ്ക്രിപ്റ്റേഴ്സിൽ ബ്രഹ്മാവിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മാവ് ഉണ്ടായപ്പോൾ തന്നെ ചുറ്റും നോക്കിയപ്പോൾ അന്ധകാരം. അപ്പോൾ ബ്രഹ്മാവിന് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ബ്രഹ്മാവ് താൻ വന്നിട്ടുള്ള താമരത്തണ്ടിലൂടെ താഴേക്ക് പോയി നോക്കി, ഒന്നും കണ്ടെത്താനായില്ല. അപ്പോഴാണ് മെഡിറ്റേറ്റ് തപ എന്നുള്ള ആ ഒരു വാക്ക് കേട്ടത്, ശബ്ദങ്ങൾ കേട്ടതെന്ന് പറയുന്നത്. അപ്പോഴാണ് ബ്രഹ്മാവിന് തിരിച്ചറിവുണ്ടായത്. അപ്പോൾ ഇത് നമുക്കൊരു സൂചനയാണ്. നമ്മളുടെ യഥാർത്ഥത്തിലെ എക്സിസ്റ്റൻസ്, നമ്മുടെ യഥാർത്ഥ നോളജ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ ലോകത്തിലേക്ക് ഇറങ്ങാനായിട്ട്. വളരെ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങളും എൻ്റെ റെസ്പോൺസിബിലിറ്റീസും തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങുന്നത്? അതോ ഉടനെ തന്നെ എനിക്ക് ചായ കിട്ടണം, കാപ്പി കിട്ടണം, വീട്ടിൽ കൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? നമ്മളെ ഉത്തരവാദിത്തം വരുന്നത് ജോലി സ്ഥലത്ത് പോകുമ്പോഴാണ്. വീട്ടിലുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്
വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് പൂർണ്ണ ജ്ഞാനത്തോടെ ആയിരിക്കും. എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടെ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യില്ല. കാരണം നമ്മുടെ റോള് നമുക്കറിയാം. ഒരു വിത്ത് മരമായി മാറുന്നത്, പൂർണ്ണമായിട്ട് മരമാവുന്നത് പോലെ എൻ്റെ ഉള്ളിലുള്ള ആ പ്യൂരിറ്റി, ആ സിംഗുലാരിറ്റി കണക്ട് ചെയ്ത് അതാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പുലരും മുമ്പ് ഉണരുക എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പുലരും മുമ്പ് ഉണരേണ്ടത് ഞാൻ എൻ്റെ യഥാർത്ഥത്തിലെ അറിവിലേക്ക്, ഉള്ളിലേക്കുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അവിടെ സൂചിപ്പിക്കുന്നത്. അവിടേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോട്ടലായിട്ടുള്ള ആ അറിവ് നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ബ്രാഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്നത്. പ്രപഞ്ചം ഉദ്ഭവിക്കുന്ന ആ സമയം, അത് ആണ് മോർണിംഗ് അവേഴ്സ്. അത് നമുക്ക് ജീവിതത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരു സന്ധ്യ എന്ന് പറയും, സന്ധി, ഒരു തലത്തു നിന്ന് വേറെ തലത്തിലേക്കുള്ള ഒരു ജംഗ്ഷൻ. ഇപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. ഞാൻ ഉണരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ജംഗ്ഷൻ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റേറ്റിൽ നമ്മുടെ രാവിലെയാണ്, പുലരും മുമ്പ് ഉണരുക. പിന്നെ ആ ഉണരൽ പെർമനൻ്റ് ആവണം, ഓരോ നിമിഷവും ഉണർന്നിരിക്കണം പെർമനൻ്റായിട്ട്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശാ പശ്യത്തോ മുനേ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ഇവിടെ വെളിച്ചമെന്ന് കരുതുന്നത് ആ തരത്തിലുള്ളൊരു സ്പിരിച്വലി റിയലൈസ്ഡ് ആൾക്ക് രാത്രിയാണ്. കാരണം ഇവിടെയല്ല അദ്ദേഹം ഉണർന്നിരിക്കുന്നത് ബ്രൈറ്റർ വേൾഡിലേക്കാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള ആ പ്യുവറായിട്ട് നോളജിലേക്ക് ഉണർന്നുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവുണ്ടാകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് പുലരും മുമ്പ് ഉണരുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്റ്റീവ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.